24 ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് പിഴവിൽ അടിയന്തര റിപ്പോർട്ട് തേടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. റേഡിയോളജി വിഭാഗം മേധാവിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. യുവാവിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് ഗർഭപാത്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയതായിരുന്നു പിഴവ്. വൃക്കരോഗ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ CT സ്കാനിങ്ങിന് വിധേയനായ യുവാവിന് ഗർഭാശയ മുഴയുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് നൽകിയത്. കഴക്കൂട്ടം സ്വദേശി ഷിഹാസുനാണ് ദുരനുഭവം. മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സ്കാനിംഗ് റിപ്പോർട്ടിലെ പിഴ പറയുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി ചോദിച്ചപ്പോൾ ജീവനക്കാർ പഴയ റിപ്പോർട്ട് വാങ്ങിയ ശേഷം വീണ്ടും സ്കാൻ ചെയ്യാതെ പുതിയ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് തേടിയത്. റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം മേധാവി ഡോക്ടർ ജയശ്രീ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. കമ്പ്യൂട്ടറിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിലെ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക പരിശോധനയിലെ വിലയിരുത്തൽ. കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന പഴയ പരിശോധനാ ഫലങ്ങളിൽ നിന്ന് ആ വിവരങ്ങൾ ഒഴിവാക്കി പുതുതായി പരിശോധനയ്ക്ക് വിധേയരായവരുടെ ഫലം ചേർത്താണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഷിഹാസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ ജീവനക്കാരൻ പഴയ റിപ്പോർട്ടിലെ ഗർഭാശയ മുഴയെന്ന ഭാഗം നീക്കം ചെയ്യാൻ വിട്ടുപോയതാകാമെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. പുരുഷന്റെ റിപ്പോർട്ടായതിനാലാണ് തെറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്നും പരിശോധന നടത്താനെത്തിയത് സ്ത്രീയായിരുന്നെങ്കിൽ തെറ്റായ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ചികിത്സ നൽകി ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടാകുമായിരുന്നുവെന്നും മുതിർന്ന ഡോക്ടർമാർ വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.